ഇന്ന് മാർച്ച് 3 സൺഡേ ആണ്. ഇപ്പോൾ ടൈം ഏകദേശം 3:45 കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഈ അടുത്തെങ്കിലും ഇത്രയും ഒരു ബോറ് സൺഡേ ഉണ്ടായിട്ടില്ല. കാരണം ഒന്നും ചെയ്യാനില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ലാത്തൊരു അന്തരീക്ഷമാണ്. ഭയങ്കര ചൂടാണ്. നമ്മൾ ലഞ്ച് കഴിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇന്ന്, പക്ഷെ എത്രയും വേഗം ഒന്ന് തിരിച്ച് വീട്ടിൽ കയറിയാൽ മതി എന്നായിരുന്നു. കാരണം അത്രയും ചൂടാണ് പുറത്ത്. അപ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. ഷൂട്ടൊക്കെ പെൻഡിങ് ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ വന്ന് കിടന്നു, ഇവിടെ വന്ന് TV ഉണ്ട്, അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് ഈ ഡേ എങ്ങനെ ഒന്ന് ഫണ്ണീകരമാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അതായത് ഒരു മേക്കപ്പ് ചാലഞ്ചാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാകുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കുറച്ച് ടൈം പോയി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കിടമ്പോൾ മനസ്സിലായി കാണാൻ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് ചെയ്യുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഏതെങ്കിലും മൂവിക്ക് പോകാം അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഒരു മൂവിയില്ല. നമ്മൾ ഇറങ്ങിയിരിക്കുന്ന മലയാളം മൂവീസൊക്കെ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ മൂവീസ് ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ഞാൻ തപ്പി എടുത്തതാണ് ഈ ഒരു ഐഡിയ. ഏട്ടന് ആദ്യം കുറച്ച് മടിയാണ്, ആദ്യം നല്ല ഇപ്പോഴും കുറച്ച് മടിയാണ്. കാരണം ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മുന്നിൽ വരാൻ ഇച്ചിരി മടിയാണ്. അതുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. നമ്മളൊരു ട്രയൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ, വെൽക്കം ടു മൈ ചാനൽ. അതെടാ, ആദ്യം നമുക്ക് ഈ സാധനം എടുത്ത് അങ്ങോട്ടിടാം, എന്നിട്ട് ഇതേലിരിക്കാം. സ്പീഡ് കൂട്ടുക തുടങ്ങിയിട്ട് എഡിറ്റിംഗ് അത് ഞാൻ പറയാം. ഞാൻ പറയുന്നതാ. ഞാൻ നോക്കിയിട്ട് കിട്ടുന്നു. അപ്പം ഒരു മേക്കപ്പ് ചാലഞ്ച് ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. മേക്കപ്പ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ എന്നെ റെഡി ആക്കണം. പക്ഷെ ഇതിനകത്ത് ചാലഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ക്യാമറയിൽ പറയുമ്പോഴാണ് ഏട്ടനോടും പറയുന്നത് സംഭവം എന്താണ്. അതായത് ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ട് വേറൊരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരും. ഒന്ന് റെഡി ആയിട്ട് വരും. റെഡി ആയിട്ട് വരാന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്ത് വരും. ആ ഡ്രസ്സിന് ചേരുന്ന പോലെ വേണം എന്നെ റെഡിയാക്കാൻ, എന്റെ മുഖമൊക്കെ റെഡിയാക്കാൻ. ഓക്കെ അല്ലേ? എനിക്ക് മനസ്സിലായി ആ നോട്ടത്തിൽ ഏത് ഡ്രസ്സ് ഇട്ട് വന്നാലും ഒരേപോലെ ആക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോ പോയി ഈ കോസ്റ്റ്യൂം മാറിയിട്ട് വേറൊരു കോസ്റ്റ്യൂം ഇട്ട് വരും. ആ കോസ്റ്റ്യൂമിന് ചേരുന്ന പോലെ റെഡി ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന സമയം ഇവിടെ നമുക്ക് കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ടേബിളൊക്കെ ഇട്ട് നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ റെഡിയാക്കാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ പൊട്ട് വേണമെങ്കിൽ അത് വെച്ചിട്ടുണ്ട്, പിന്നെ വാച്ച് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട്, ബാംഗിൾസ്, പിന്നെ നമ്മുടെ മുഖം റെഡിയാക്കാനുള്ള ഐറ്റംസ് എല്ലാം. ഇതൊക്കെ എന്താണെന്ന് ഞാനിപ്പം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. റെഡിയല്ലേ? അതൊന്നും ഇപ്പം അല്ല, ഞാൻ പറഞ്ഞു മണത്തൊക്കെ നോക്കണം. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. നിക്ക്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. സാരിയാണ്. അപ്പോൾ ഈ സാരിക്ക് ചേർന്ന പോലെയാണ് റെഡി ആക്കുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കൂടുതൽ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ബാക്കിയൊക്കെ എനിക്ക് നിങ്ങളുടെ ഞങ്ങൾ വീട് മാറിയപ്പം ബാക്കിയൊക്കെ നാട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൺസീലർ, ഫൗണ്ടേഷൻ ഐറ്റംസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളൂ. അത് വെച്ചിട്ട് റെഡിയാക്കാനുള്ളൂ. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും, ഒറ്റ പ്രാവശ്യം. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പം തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഇടുക.
ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. അപ്പം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ഐ മേക്കപ്പ്. ഐ മേക്കപ്പ് ആണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാറുള്ള ഒരേ ഒരു പരിപാടി. കൊളവാക്കരുത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഐ ഷാഡോ പാലറ്റ്. അപ്പൊ ഐ ഷാഡോ എന്ന് പറയുമ്പോൾ അറിയാലോ, കണ്ണിന്റെ മുകളിൽ ചെയ്യുന്ന. ഓക്കെ, അപ്പൊ ഇതിനൊരു ചെറിയ ബ്രഷ് ഉണ്ടായിരുന്നു, കാണാതെ പോയി. അപ്പൊ കൈവച്ച് തന്നെ കുറച്ച് ഇങ്ങനെ കൈവച്ച് തന്നെ എടുത്ത്, ഇപ്പൊ നോക്കണ്ട, അപ്പൊ കുറച്ച് എടുത്ത് ആദ്യം കണ്ണിന്റെ മുകളിൽ ഐ ഷാഡോ ഇടുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഐലൈനർ. ഐലൈനർ മുകളിൽ, അപ്പൊ ഐലൈനർ കണ്ണിന്റെ മുകളിൽ കൂടി ഇങ്ങനെ എഴുതി ഇങ്ങനെ ചെയ്യുന്നത്, അതാണ് ഐലൈനർ. അപ്പൊ ഐലൈനർ ഓർഡറിൽ വെച്ചാൽ പറ്റത്തില്ല, ഓർഡറിൽ വെച്ചാൽ കോമഡി വരത്തില്ല. ഓക്കെ, ഏതായാലും അപ്പൊ അത് കഴിഞ്ഞു. ഐലൈനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനകം എഴുതുക. കണ്ണിനകം എഴുതുന്നത് കാജൽ, അത് ഇപ്പൊ ഇത് വെച്ച് എഴുതാം. ഓക്കെ, ഇനി ഇതും ഐലൈനർ തന്നെയാണ്. ഇതിലേത് വേണമെങ്കിൽ അതൊക്കെ തന്നെ ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തെടുക്കും. ഇത് കുറച്ചൊരു ഒരു ബ്രൗൺ ടച്ചും കൂടെ വരുന്ന ഒരു ഐലൈനറാണ്. ഇത് പ്യുവർ ബ്ലാക്ക് ആണ്. ഓക്കെ, ഇത് രണ്ടും ഐലൈനേഴ്സാണ്. പിന്നെ ഐലൈനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനകം എഴുതണം. കണ്ണിനകം എഴുതി കഴിഞ്ഞാൽ ഇടേണ്ടതാണ് മസ്കാര. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തായിരുന്നു? ഇത് ഐലൈനർ അല്ലല്ല, അത് കാജൽ, കണ്ണിനകം എഴുതുന്നത്. ഓക്കെ, ഇത് അത് ഐലൈനർ, അതും ഐലൈനർ. ഇത് ഒരു പെൻസിൽ പോലത്തെ ഐലൈനറാണ്. അപ്പൊ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ലിക്വിഡ്, അപ്പൊ നമ്മളിങ്ങനെ മുക്കി എടുത്തതാണ്. ഇതാണെങ്കിൽ സിമ്പിളാണ്. അപ്പം ഐലൈനർ, അത് കഴിഞ്ഞിട്ട് കണ്ണത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്കാര. മസ്കാര എന്തിനാ പറയുന്നത്? അതായത് ഇതെടുത്തിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എന്താ ഐബ്രോസ്, ഐലാഷ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ അന്നേരം ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ എഴുതണ്ടെന്ന്. അപ്പൊ മസ്കാര. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കണ്ണിന്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ്. ഒന്നുമില്ല, എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ എവിടെയോ. ഏതായാലും ഇപ്പൊ എളുപ്പമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലിപ്പ്. ലിപ്പ് ചെയ്യുമ്പോൾ ആദ്യം ലിപ് ബാം. ലിപ് ബാം രണ്ടെണ്ണം ഉണ്ട്. ഇതിലേത് വേണമെങ്കിൽ, ഇത് കുറച്ച് ടിൻഡടാ, ഒരു ബീറ്റ്റൂട്ട് ഒരു കളർ വരും, ഇത് കളറില്ല. അപ്പൊ ആദ്യം ലിപ് ബാം. ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പം സാരി നോക്കി ഏതാണ് ചേരുന്നതെന്നൊക്കെ തന്നെ തീരുമാനിക്കണം. അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ, ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നത് എടുത്തിട്ട് കയ്യിൽ ഒരിച്ചിരി ഇങ്ങനെ വരച്ച് നോക്കണം. അപ്പൊ നമുക്ക് ഷെയ്ഡ് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് എന്തിനാ? ഐബ്രോസ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, പിന്നെ ഇത് ബ്ലഷ്. ബ്ലഷ് എന്തിനാ? കവിളത്ത്. ഓക്കെ, അത് അതായത് ഇത് ഞാൻ തുറന്നേരെ പോയി കഴിഞ്ഞാലേ നല്ല കല്ലുള്ള സാധനം ഞാൻ തുറന്നുതരാം. അന്നേരം ബ്ലഷ് ഏറ്റവും ലാസ്റ്റ് ഇട്ട് തന്നാൽ മതി. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയും അത് ഇത് ഞാൻ സ്റ്റിക്ക് പോലെ ഉണ്ടോ, അത് ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവങ്ങളൊക്കെ മനസ്സിലായോ? ഇത് കഴിഞ്ഞിട്ട് ഇത് ഹെയർ സിറം. മുടി അഴിച്ചിടുവാണെങ്കിൽ അഴിച്ചിട്ടിട്ട് ഇത് കുറച്ച് കയ്യിലെടുത്ത് ഹെയർ സിറം അറിയാമല്ലോ. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. ഇത് ഭയങ്കര സിമ്പിൾ ടാസ്ക് ആയിപ്പോയി. കാരണം മറ്റേ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് മറ്റേ ഷൂട്ടിനൊക്കെ ഇത് നമ്മുടെ കൺസീലർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൺസീലർ കാണുന്നില്ല, കോമ്പാക്ട് പൗഡർ കാണുന്നില്ല, പിന്നെ ക്യാൻസൽ ചെയ്യണ്ട, പിന്നെ കോൺടോറിങ് ഇതൊന്നും കാണുന്നില്ല. അതൊക്കെ എവിടെ പോയി എനിക്ക് അറിയത്തില്ല.
ഇതൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ ഒന്നും കൂടെ മനസ്സിരുത്തി തപ്പിയപ്പം കാണാതെ ഐറ്റംസ് എല്ലാം എനിക്ക് കിട്ടി. അപ്പോൾ ഇത് അത്ര സിമ്പിൾ ആവത്തില്ല, കുറച്ചും കൂടെ ഫണ്ണി ആവും. അപ്പം നമ്മൾ കാണാതെ പോയ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ സൺസ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കൺസീലർ എങ്ങനെ ഉപയോഗിക്കട്ടെ വെച്ചാൽ ഇതിങ്ങനെ കുറച്ചൊരു സ്റ്റിക്കായിട്ടാണ് ഇതുണ്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ നമുക്ക് ഷെയ്ഡ് വ്യത്യാസം തോന്നുന്നതൊക്കെ ഓരോ കുത്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സ്പോഞ്ച് ഇതൊന്ന് നനച്ചോണ്ട് വരണം. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം ഫേസ് ഫുള്ള് ഈവൻ ആക്കുക. കൺസീലർ ഇട്ട് ഞാൻ വേറെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കൺസീലർ മാത്രമേ ഉള്ളൂ. അപ്പൊ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, കൺസീലർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ പോലൊക്കെ തന്നെ നമ്മൾ കൺസീലർ ചെയ്തല്ലോ, കൺസീൽ ചെയ്തെടുത്തൊക്കെ കോമ്പാക്ട് പൗഡർ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കുട്ടി കൊടുക്കണം. പക്ഷെ ഓവറായി പോയത് കുറച്ച് പൗഡർ ഫീൽ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഐ മേക്കപ്പ് ചെയ്യുക. ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹൈലൈറ്റർ കുറച്ച് ഈ ബ്രഷ് എടുത്തിട്ട് ഒന്നിങ്ങനെ എടുത്തിട്ട് മൂക്കിനൊന്നിങ്ങനെ മൂക്കിനൊരു ഡെഫിനിഷൻ കിട്ടും. അപ്പൊ ഇത്രയാണ് ഐറ്റംസ്. ഇനി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മൂക്കിന്റെ ഇവിടെയാണോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട് ഇങ്ങനെ കണ്ടോ. അപ്പൊ ഒരു ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. ഇതെന്തിനായിരുന്നു? ഇത് പലതിനും ഉപയോഗിക്കാമല്ലോ. ഇത് ഇതിനല്ലേ? ഓക്കെ, അപ്പൊ സെറ്റാണ്. അപ്പൊ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം. എല്ലാം നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കൺസീലർ ആ ഇത് വെച്ച് ജസ്റ്റ് ചെയ്തതിന് ശേഷം അത് വെച്ച് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ഒപ്പി സ്പ്രെഡ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല, ഇനി ചോദിക്കരുത്. കഴിഞ്ഞു ടൈം ഓഫ്. തുടങ്ങാം. പറയത്തില്ല, ഇനിയൊന്നും പറയത്തില്ല. മുഖത്ത് ഒരു താജ്മഹൽ പണി. ഇതെന്തായിരുന്നേ? മോയ്സ്ചറൈസർ. ഇനി സൺസ്ക്രീൻ. അത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള, അപ്പോൾ അത് അധികം എടുക്കണ്ട. രണ്ടാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണാടി കാണുന്നില്ല, ക്യാമറ ആണെങ്കിലും ബാക്കിലാണ്, അപ്പൊ എനിക്ക് കാണത്തില്ല. ചെങ്ങാതി നന്നായി ഇതിന് കണ്ണാടി വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കണം മുഖം. ഇച്ചിരി ലൂസ്. അതാണ് സൺസ്ക്രീൻ
മതി. ശരിക്കും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഇത് ഇട്ടാൽ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഷെയ്ഡ് വ്യത്യാസം വരുന്നില്ല ചിലർക്ക് കൺസിഡർ നല്ല ഇതുപോലെ ഈ താഴെ കൺസിഡർ ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എടുത്തത്. കാരണം ഏട്ടന് ഇതിനെപ്പറ്റി ABCD അറിയത്തില്ലാണെങ്കിൽ നന്നായിട്ട് അറിയാം. ഇപ്പൊ പോലും ഈ ഓർഡർ ഒക്കെ മനസ്സിലായെന്നാണ്, പക്ഷെ ഇതിന്റെ പേരൊന്നും അങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പേര് മനസ്സിലായോ? കോമ്പാക്ട് പൗഡർ. കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര ഞെക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം. മീശയുടെ അവിടെ ഇടാൻ മറന്നുപോയായിരുന്നു എന്ന് പറഞ്ഞു. ഇതിന് പറയുന്നതാണ് അപ്പതിലിപ്പ്. മീശ നാളിനൊക്കെ പറയുന്നത് ഇത് മറ്റേ തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ മീശയൊക്കെ വളർന്ന പോലെ ഇങ്ങനെയൊക്കെ വരച്ചു തോന്നുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞാൻ ലാസ്റ്റേ കാണുള്ളൂ. ഇടയ്ക്ക് കണ്ടാൽ ഇത്രയും പോയി. ഐലൈനറിലാണ് എൻ്റെ ഒരു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഇതിനൊരു ചെറിയ ബ്രഷ് ഉണ്ട്, പക്ഷെ അത് കാണാൻ പോയി. അതുകൊണ്ട് കൈവച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിയാൽ മതി. എല്ലാം ഒരു കളറല്ല, ഇത് എഴുതുമ്പോൾ വ്യത്യാസം വരും. ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട്, കണ്ടോ ചിലതിന്.
ഐഷാഡോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വാരിക്ക് ഒരു പൂശുന്നുണ്ട്. വാവ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇനി എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവിടെ മറ്റേ ഇതുണ്ട് വെറ്റ് വൈപ്സ്. പക്ഷെ വെറ്റ് വൈപ്പ് ഇട്ടാൽ മൊത്തം പോകുന്നു. നെക്സ്റ്റ് ഐലൈനർ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചാൽ മതി. എനിക്കെന്ത് കുത്തി വരയ്ക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ഐഡിയ വരുന്നത്. സാധാരണ ഐലൈനർ വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ ചേരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ എഴുതി എടുത്തേ ഉള്ളൂ. എങ്ങനെ ചെയ്തു? അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ കഴിഞ്ഞു, സൺസ്ക്രീൻ കഴിഞ്ഞു, കൺസീലർ കഴിഞ്ഞു, കോമ്പാക്ട് പൗഡർ കഴിഞ്ഞു, കണ്ണിന് ഐ ഷാഡോ ഇട്ടു, ഐ ലൈനർ കഴിഞ്ഞു. അവിടെ വരെ എത്തി. നെക്സ്റ്റ് കാജൽ. ഇച്ചിരി അകത്തോട്ടൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ പേടി തോന്നില്ലേ? സാധാരണ എല്ലാവരും കണ്ണെഴുതുമ്പോൾ നല്ല പേടി വരും, വേറെ ആളുടെ കണ്ണെഴുതുമ്പോൾ. അങ്ങനെയൊന്നും തുടക്കില്ല, അവിടെ കൺസീലറൊക്കെ ഇട്ടല്ലേ. എന്തൊരു പ്രോയായിട്ട് കണ്ണെഴുതുന്നത്. പിന്നെ നന്നായിട്ട് ഇരുന്ന് തരുന്നുണ്ട് അല്ലേ? സാധാരണ എല്ലാവരും കണ്ണിങ്ങനെ ഇട്ട് കിടക്കും. എന്താ ഐബ്രോസ്. ഐബ്രോസ് അല്ല, അല്ല, ഐലാഷ്. എന്റെ പേരെന്താ? പേരെന്ന് പറയുന്നത് ഉപയോഗിച്ചാൽ മസ്കാര. ഗുരുത്തൊക്കെ തുടരുത് തൊട്ടു എന്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നത്?
വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അല്ല മസ്കാരയൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് അതെങ്ങനെയാണ്? അത് എളുപ്പമല്ലേ? അത് സിമ്പിൾ. ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും വിചാരിച്ച ഇത് മുഴുവൻ നന്നായിട്ട് ചെയ്യുന്നേ. അടുത്ത ലിപ് ബാമും ബ്ലഷും. ഇതും ലിപ് ബാമാണ്. അതൊക്കെ അടയ്ക്കുമ്പോൾ മുറിയും ഇതുണ്ടോ? അടച്ചപ്പോ അടപ്പ പറ്റിയത് ഇതുണ്ടോ? അങ്ങനെ തേച്ച് വെക്കുന്നതല്ല, അങ്ങനെ പതുക്കിച്ച് കയറ്റമാണ്. ലിപ്സ്റ്റിക്ക് മിക്സ് ഒക്കെ ചെയ്ത് കൊടുക്കും. ഞാൻ തുറന്നുതരാം. ഞാൻ തുറന്നിട്ട് തന്നെ കിടക്കും. അത് സാർ ഏകദേശം മേക്കപ്പ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു എനിക്ക് ഒരുങ്ങാൻ അറിയത്തില്ല, എനിക്ക് ഒരുങ്ങാൻ അറിയത്തുള്ളൂ. ഞാൻ എടുത്തത് ഇങ്ങനെ കറക്റ്റ്. കോണ്ടറിടണം. കോണ്ടറിങ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. കോണ്ടറിങ് വെച്ചാൽ ഇവിടെ ഞാൻ ഈ ഒരു ജോലിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിടാം. കോണ്ടറിങ് ഇഷ്ടമായില്ല. മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് ആക്സസറൈസിങ് ആണ്. അപ്പൊ ആദ്യം പൊട്ട്. പട്ടത്തിലെ പൊട്ടയാണോ? ഇതിനകത്ത് കറുത്ത പൊട്ട
മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പൊട്ടു വിട്ടു. അപ്പൊ എനിക്ക് ഓർണമെന്റ്സ് തപ്പിക്കൊണ്ടിരിക്കാം. ഇതിന്റെ പേരെന്തല്ലേ? ഞാൻ കണ്ടില്ല. ലാസ്റ്റ് നമ്മൾ ഫൈനൽ ടച്ച് മുടി. മുടി ഒന്നും ചെയ്യുന്നുണ്ടോ? മുടി അഴിച്ചിരുന്നുണ്ടോ? ഇത് കാണത്തില്ല, വയറ് വെച്ച് കട്ട് ചെയ്ത്. അതെങ്ങനെയല്ല, കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ വരും. ആ, ഇങ്ങനെ പ്രസ് ചെയ്യണം. ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ് വെച്ചത്. എന്നാ പക്ഷെ ഇവിടെ വേണ്ട, ഇങ്ങനെ വന്നു. സുന്ദരി മണിയാക്കി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ എനിക്ക് കണ്ണാടി കാണാൻ പോവാണ് ഗൈസ്. നമ്മുടെ എല്ലാം കഴിഞ്ഞു. കണ്ണാടി ഞാനിത് തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ണാടിയും ക്യാമറ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്താ ചുണ്ടൊക്കെ ഇവിടെ കുറച്ച് ചാടിയിട്ടുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, മൊത്തത്തിലുള്ള എങ്ങനെയാന്ന്. മൊത്തത്തിൽ കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആണ്. പക്ഷെ ഐഷാഡോ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഐഷാഡോയും ലിപ്സ്റ്റിക്കും കുറച്ച് കൂട്ടിയിട്ട്, കാരണം ഞാൻ നോർമലി ഇത്ര ഇടാറില്ലല്ലോ. തോന്നിയില്ല ഓവറായിട്ട്? കുറച്ച് ഞാൻ നോർമലി ഇത്ര ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് ഐഷാഡോയും ലിപ്സ്റ്റിക്കും കുറച്ച് കൂടുതലായിട്ട് തോന്നി. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ഡെഫിനിഷൻ കുറച്ച് ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച്
കുഴപ്പം തോന്നി കേട്ടോ. പക്ഷെ ഓവറോൾ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒത്തിരി ബെറ്റർ ആണ്. പ്രത്യേകിച്ച് കണ്ണ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് വെച്ച് നോക്കിയാലും ഞാൻ 10/10 കൊടുക്കുന്നുണ്ട് മാർക്ക് കേട്ടോ. കാരണം ആദ്യമായിട്ട് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ നല്ല കോമഡി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അത് വലിയ കരക്കേടില്ല അല്ലേ? അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയൂ, കമന്റ് ചെയ്യൂ മകന്റെ മേക്കപ്പ് സ്കിൽസ്. ബാ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. കുറച്ച് എനിക്ക് മുമ്പ് ഈ ലൈറ്റിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഇത്ര വെളുപ്പ് തോന്നുന്നില്ല, പക്ഷെ ക്യാമറയിൽ കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ഐ ഷാഡോയും ലിപ്സ്റ്റിക്കും ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഇഷ്ടപ്പെട്ടോ ഈ പരിപാടി? ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. എനിവേസ് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 5:45 1.25 മണിക്കൂറത്തെ പണിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് ഐ ഷാഡോയും ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ വന്ന പോലെ തോന്നി. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സൺഡേ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തൊരു സംഭവമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ രണ്ടുപേരും ഇതേവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വീഡിയോസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.